സവോള വഴറ്റി സമയം കളയാൻ നമുക്ക് പെട്ടെന്ന് ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി തിരുമ്മി വെച്ചതാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു തക്കോലും 3-4 പീസ് കറുവാപ്പട്ടയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 5-6 ഗ്രാമ്പുവും 3 ഏലക്കായും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയിലേക്ക് ഒരു വലിയ സവോളയും തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നീട് ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫും മല്ലിയിലയും കൂടി ഇട്ട് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാനൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം. 3-4 വിസിൽ കൊണ്ട് ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പിലയും നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ അതോടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ രുചിയിലും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.